രാങ്ങാട്ടൂർ കുറ്റിപ്പുറത്താണ്, മലപ്പുറം ജില്ലയിൽ. ഞാൻ ജോലി ചെയ്യുന്നത് തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിലെ ഓഫീസിൽ. ഞാൻ നേരത്തെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രസംഗവേദികളിൽ എൻ്റെ പ്രവർത്തകർ ക്ഷണിച്ച് സ്ഥിരമായി പ്രസംഗ തൊഴിലാളി യൂണിയനിൽ ഒരു അംഗം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പോൾ എനിക്ക് ഉള്ള. ഇന്നത്തെ ദിവസം മാർച്ച് 31 മുമ്പേ നാഷണൽ ഹൈവേന്റെ മുന്നിലുള്ള ബാറൊക്കെ മാറ്റണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിലെ. ഇന്നലെ ധൃതിപ്പെട്ടിട്ട് നമ്മളെ പിണറായി നമ്മളിത് കുറച്ചും കൂടി സമയം തരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ എന്താ കുറച്ചും കൂടി ഇത് നീണ്ടിക്കും. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളിപ്പോ ബാറിന്റെ കാര്യത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യാൻ നേരമില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റാ. ഈ മൂലക്ക് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കണേന് അവിടെ എന്താടോ ഈ തീരുമാനത്തിന് അത്ര മടി? എന്നാ അതൊക്കെ പോട്ടെ, കള്ള് മദ്യല്ല ഗവൺമെന്റ് തീരുമാനിച്ചു. കള്ള് മദ്യല്ല. പിന്നെയോ സുപ്രീം കോടതി ചോദിച്ചു, കേരളത്തിൽ എന്താണ് ഇങ്ങനെ കുടിയന്മാർ വർദ്ധിച്ചിരിക്കുന്നു, കുറ്റവാളികൾ വർദ്ധിച്ചിരിക്കുന്നു. ഉടനെ ഗവൺമെന്റിന്റെ ഒരു അഫിഡവിറ്റ്, എന്താ സത്യവാങ്മൂലം, ബാറുകളൊന്നും മദ്യശാലകളല്ല. ആഹാ, ഇനി മുതൽ കേരളത്തിൽ ബാറുകളൊക്കെ ആര്യവൈദ്യശാലകളാണത്രേ. എന്തൊരു കഥ! പിണറായിയുടെ ഭരണത്തിൽ നടക്കുന്ന സംഭവമാണ്. പ്രസംഗ രംഗത്ത് നല്ലൊരു കേൾവിക്കാരനായാൽ സ്വാഭാവികമായും നമ്മൾ ഗ്യാലറിയിൽ ഇരുന്ന് ഫുട്ബോൾ കളി കാണുമ്പോൾ നല്ലൊരു കളിക്കാരനാവാൻ ആഗ്രഹിക്കും. പാട്ട് കേൾക്കുമ്പോൾ അതുപോലെ പാടാൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെയാണ് പ്രസംഗവും. പ്രസംഗിക്കുമ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരെ അനുകരിക്കാൻ നമ്മൾ നോക്കും. അതിൽ വലിയ ഘടകമാണ് ഫലിതം, പ്രാസം, അതുപോലെ തന്നെ പ്രയോഗങ്ങൾ. അതെല്ലാം ഒത്തിണങ്ങി പ്രേക്ഷകരെ ഇരുത്താൻ സാധിക്കുക എന്നുള്ളതാണ് പ്രസംഗത്തിൻ്റെ മഹിമ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴായി നമ്മൾ ഒരു നല്ല കേൾവിക്കാരനായിട്ട് പലരുടെയും പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ സാഗൂതം എന്ന് പറയല്ലോ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പതിയുന്ന രീതിയിൽ പലരും പ്രസംഗിക്കുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ ആ സമയം കഴിഞ്ഞതുപോലും അറിയില്ല, നമുക്കപ്പോഴുണ്ടായ പ്രയാസങ്ങൾ അറിയില്ല. അപ്പോൾ തീർച്ചയായും പ്രസംഗം നല്ല ഒരു പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു വലിയ ഘടകമാണ് പ്രസംഗകല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ താഴെ ഉള്ള ആളുകളോടൊക്കെ മക്കളെ കണ്ടാൽ അത് സംബന്ധമായി പറയും. കാരണം നമുക്ക് വിദേശ രാഷ്ട്രങ്ങളിലും അതേപോലെയൊക്കെ വേദികൾ കിട്ടുമ്പോൾ അത് കാരണമാണല്ലോ നമുക്ക് അവിടെയൊക്കെ സന്ദർശിക്കാൻ ഇടം കിട്ടിയത്. അപ്പോൾ പാട്ടായാലും പ്രസംഗമായാലും കഴിവുകൾ എന്തായിരുന്നാലും അതിൽ നമുക്ക് ഉയർച്ചയുണ്ടാകും. അത് അതിൻ്റെതായ രീതിയിൽ കടഞ്ഞെടുത്ത് അവതരിപ്പിച്ച് ദൈവത്തിന് നന്ദി ചെയ്ത് അങ്ങനെ നീങ്ങിയാൽ നമുക്ക് ഏറെ ആ രംഗത്ത് ശോഭിക്കാൻ സാധിക്കും, അഹങ്കാരമില്ലാതെ നീങ്ങിയാൽ. കണ്ണൂർ സെൻട്രൽ ജയില് നന്നാക്കാൻ കുറ്റവാളികളിൽ ആരാണ് കുഴപ്പക്കാര് നല്ലവരെന്ന് തരംതിരിക്കാനുള്ള ഉസ്താദ് ആരാധനകള് പി ജയരാജൻ. കോഴിക്കോട് കാക്കത്ര നല്ലൊരു കുറുക്കം വേറുണ്ടോ? ഷുക്കൂർ വധക്കേസിൽ പ്രതി, മറ്റു വധക്കേസുകളിൽ പ്രതി. ആ പ്രതിയായ ജയരാജനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ തലവനാക്കി മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് അയാളിപ്പോ ജയിലിൽ നടന്ന് തെരഞ്ഞിട്ട് കുഴപ്പമില്ലാത്ത കുറ്റവാളികളെ 3 എണ്ണത്തിനൊപ്പം വിടാൻ തീരുമാനിച്ചിരുന്നു. ആരാ വല്ല പേര് കേൾക്കണ നിങ്ങൾക്ക്? കൊടി സുനി, അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ്. ഇവരാരാന്നറിയോ? ആ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിയിട്ട് പൊന്നുമോന് അവസാനം ഒരു അന്ത്യ ചുംബനം നൽകാൻ സ്ഥലം ബാക്കി വെച്ചില്ല. ആ കൊലപാതകം നടത്തിയ പ്രതികളെയാണ് വിടുന്നത്. പ്രസംഗവേദികളിൽ ഞാൻ പാർട്ടിയിൽ പ്രത്യേകിച്ചൊരു സ്ഥാനമാനങ്ങളും അങ്ങനെ അലങ്കരിക്കുന്ന വ്യക്തിയല്ല. എൻ്റെ വാർഡിലെ ഭാരവാഹി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും സമുന്നതരായിട്ടുള്ള നേതാക്കൾക്കൊപ്പം ഇരിക്കാൻ സാധിച്ചു. അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നാട്ടിലെ ഒരു പന്ത് കളിക്കാരൻ പിന്നീട് ലോകകപ്പ് ചാമ്പ്യനാകുക എന്ന് പറഞ്ഞാൽ അയാൾ ആ രംഗത്തേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ ഞാനങ്ങനെ വലിയ ഉയരത്തിലാണ് എന്നൊന്നും കരുതുന്നില്ല. എന്നിരുന്നാൽ പോലും എനിക്ക് അപ്രാപ്യം എന്ന് തോന്നിയ സ്ഥലത്തൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. ഗൾഫിലെല്ലാ GCCയിലെ എല്ലാ നാട്ടിലും ഇപ്പോൾ എന്താ പറയുക, മലേഷ്യ, അതുപോലെ പിന്നെ ചൈന, ലണ്ടൻ, ഈ ഭാഗങ്ങളിലേക്കൊക്കെ ക്ഷണം വന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യകൾ എല്ലാവർക്കും സുലഭമായി ലഭിക്കുന്ന കാലമാണ്. അപ്പോൾ ലോകത്ത് മലയാളി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ മലയാളത്തിലുള്ള ഈ പ്രസംഗം കേട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ അവിടുന്ന് വിളിച്ച ആളുകൾ അഭിനന്ദിക്കാറുണ്ട്, ശത്രുക്കൾ പോലും. അത് എനിക്ക് വളരെ സന്തോഷവും കൃതജ്ഞതയും തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. നിങ്ങൾ കണ്ടോ, താനൂരിൽ കലാപം നടക്കുകയാണ്. പിണറായി എന്താ പറയുന്നത്? അവിടെ ലീഗ് തോറ്റതുകൊണ്ടാണ്, UDF തോറ്റതുകൊണ്ടാണ്. മിസ്റ്റർ പിണറായി, അങ്ങ് വന്നിട്ട് 10 മാസേ ആകുന്നുള്ളൂ. 12 കൊലപാതകം കേരളത്തിൽ നടന്നു. അതിൽ 5ഉം നിങ്ങളെ മണ്ഡലത്തിലാണ്. പിണറായിയുടെ ധർമ്മടം മണ്ഡലത്തിലാണ്. വേങ്ങരയിലാണ് കൊലപാതകമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കണമെന്ന് പറയും. പാലായിലാണ് കൊലപാതകമെങ്കിൽ മാണി രാജിവെക്കണമെന്ന് പറയും. പുതുപ്പള്ളിയിലാണ് കൊലപാതകമെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറയും. ഒരു ദിവസമല്ല, മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാണ്. ആ നാട്ടിലെ MLA പിണറായി വിജയൻ സത്യപ്രതിജ്ഞ അവിടെ ഇങ്ങനെ ചെയ്യുമ്പോ ധർമ്മടത്ത് ഒരാളെ വെട്ടിയാണ് കൊല്ല. എന്നാലോചിച്ച് നോക്കൂ. യുവജനോത്സവം നടക്കുമ്പോ പോലീസുകാരൊക്കെ അങ്ങോട്ട് പോയ താപ്പില് ഇവിടെ വെട്ട്. നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ മോഹിനിയാട്ടം, ധർമ്മടത്ത് അഴിഞ്ഞാട്ടം. ഇവിടെ നാടൻ പാട്ട്, ധർമ്മടത്ത് നാടൻ തല്ല്. ഒരു പാർട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇപ്പോൾ അടുത്ത് ദേരയിൽ, ദുബൈയിൽ, പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു കളിക്കോപ്പ് വാങ്ങാണ് ദുബായ് സെൻറ്ററിൽ ദേരയിൽ. അപ്പോൾ എന്നെ ആദ്യം നോക്കിയ ആ കച്ചവടക്കാരൻ പിന്നീട് ഒന്നും കൂടി ആകെ നോക്കി. എന്നിട്ട് പേരെന്താന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് മാറ്റി പറഞ്ഞു. അത് പറയാനുള്ള വെറുതെ എനിക്ക് പലയിടത്തുനിന്ന് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ മാറ്റി പറഞ്ഞു നോക്കി. അപ്പോൾ അയാൾ വീണ്ടും കേട്ടത്, നിങ്ങളെ ശബ്ദം കേട്ടാൽ ഇന്ന ആളെ പോലെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവരൊക്കെ റൂമുകളിലിരുന്ന് സ്ഥിരമായി കേൾക്കുക. എൻ്റേത് മാത്രമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട പലരുടേതും. അപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ആ ശബ്ദം അത് നമ്മളെ എല്ലായിടത്തും ഇവർ തിരിച്ചറിയണം. ആ മുഖം ഇവർ തിരിച്ചറിയണം. ഏത് ആൾക്കൂട്ടത്തിൽ നിങ്ങൾ ഇന്ന ആളല്ലേ. അത് വിമാനത്തിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന്, പല നാടുകളിലും, ഞാൻ പല സ്ഥലത്തും, ബോംബെയിൽ വരെ. അങ്ങനെ നമ്മൾ ബോംബെയിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ എത്രത്തോളം. ദുബൈയിൽ ഈയിടക്കടുത്തൊരു ബംഗാളി, അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞ് മലയാളത്തിൽ എന്നോട് ചോദിച്ചു, ബംഗാളികളെ കുറിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്, കേൾക്കലുണ്ട്, നിങ്ങൾ പ്രസംഗം കേൾക്കും. അപ്പോൾ ധൈര്യയിൽ നിന്ന് ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് റൂമിലിരുന്ന് കേൾക്കും, ഈ ആളെ നിങ്ങളറിയുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അയാളെന്തോ ഒരു ഇതിൽ അത് മറന്ന്, പക്ഷെ ഞാനും ഇവിടുന്ന് പിരിഞ്ഞ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇയാൾ പിന്നാലെ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പേരെന്താണെന്ന് കൂടി പറയും. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അത് പറയണേ? ഞാൻ നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത അനുഭവങ്ങളാണ്. ഈ ക്യാൻസർ രോഗിയായി കിടക്കുന്ന 1-2 ആളുകളുടെ മക്കൾ എന്നോട് പറഞ്ഞു, ഉപ്പ വളരെ പ്രയാസത്തിൽ കിടക്കുമ്പോൾ ഇതിരുന്ന് ഇങ്ങനെ കേൾക്കും, അത്ര നേരം ഞാൻ അറിയാതെ പോവുകയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സംസാരം മറ്റൊരാൾക്ക് വേദന മറക്കാൻ ഉതകിയല്ലോ. ഞാൻ കൃതാർത്ഥനാണ് ആ രംഗത്ത്. മന്ത്രിമാരത് രാജിവെക്കുന്നു, ജയരാജൻ രാജിവെച്ചു. സ്വന്തക്കാരും ബന്ധക്കാരും നിയമിച്ചതാണ് സാധു. ശ്രീമതി ടീച്ചറെ മോനെയാണ് കൊണ്ടുപോയിട്ട് സാധു നിയമിച്ചത്. അപ്പൊ ശ്രീമതി ടീച്ചറെ അഞ്ചത്തിനാണ് ജയരാജൻ കെട്ടിയത്. അപ്പൊ ജയരാജന്റെ മൂത്തച്ഛിയാണ് ആര്? ശ്രീമതി ടീച്ചർ. അപ്പോ ഇയാൾ തക്കയത്തിന് വന്നപ്പോ പറഞ്ഞതാണ്, ഒരു ജോലിയില്ല, പരിപാടിയില്ല. അപ്പൊ പറഞ്ഞു, LDF വരും, എല്ലാം ശരിയാവും. അന്ന് ഇയാൾ പറഞ്ഞതാണ്. അങ്ങനെ LDF വന്നു, ഓന്റെ ശരിയാക്കി, ഓനക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയത് നാട്ടുകാരറിയോന്ന് ബേജാറായിട്ട് ഇപ്പി ജയരാജൻ എന്താ ചെയ്തതെന്ന് അറിയാം? മൂപ്പരെ കുടുംബവക ക്ഷേത്രത്തിലേക്ക് ഒരു തേക്ക് നിർത്തിയിട്ടാക്കി. അത് വനം വകുപ്പിലെ തേക്കായി പോയി, അതിലും കൂടി. അതേതുപോലെ മുമ്പ് പള്ളിക്കല വയ്യാതെ കായി ഇട്ട് ഒരു ചങ്ങായി പൈസ കട്ടിട്ട് കോണിമന്ന് ഇറങ്ങുമ്പോ തന്നെ വറ തുടങ്ങി. ആ വറ തീരാൻ പള്ളിപ്പെട്ടിയിൽ ആ പൈസ ഇട്ട് പിന്നെ ആദ്യം തന്നെ കക്കാൻ നിൽക്കണം, ഈ വറക്കാൻ നിൽക്കണം. ആദ്യം തന്നെ എടുക്കാതിരുന്നാ പോരെ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇരിക്കപ്പുറതി ഇല്ലാത്ത ജീവിതം എന്ന് പറയാം. അങ്ങനെ രാവിലെ ഏർലി മോർണിംഗ് പുറപ്പെടുന്നു, പാതിരാവിൽ തിരിച്ചു ചെല്ലുന്നു. പിന്നെ ഇതിൽ നന്ദി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ്. ഈ 10 മണി എന്ന ഒരു ഡേറ്റിനെടുത്ത് ഈ ഒരു കട്ട് ഓഫ് ടൈം അത് വളരെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സഹായമായിട്ടുണ്ട്. മുമ്പൊക്കെ പുലർച്ചെ വരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ മറക്കുകയാണ് എത്ര യോഗത്തിൽ എത്ര മണിക്കൂർ സംസാരിച്ചു എന്നൊരു പിടുത്തമില്ല. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് പോലും ഇന്നുണ്ടാകുന്ന ഒരു